നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ്യൂഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നതിൻ്റെ ആഭിമുഖ്യത്തിൽ എടുക്കുന്നൊരു വീഡിയോ ആണ്. അതായത് എല്ലാവരും നമുക്കറിയാം ടെലിവിഷൻ വാങ്ങുമ്പോൾ 4K അതല്ലെങ്കിൽ ഫുൾ HD ടി വികളാണ് വാങ്ങാറ്, സ്മാർട്ട് ടി വികളാണ് വാങ്ങാറ്. പക്ഷേ ഈ ഫുൾ HD അതല്ലെങ്കിൽ 4K ടി വികളിൽ അവർ സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു HD ക്വാളിറ്റി അതല്ലെങ്കിൽ ഫുൾ HD ക്വാളിറ്റി അല്ലെങ്കിൽ 4K ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഒരു പക്കാ ക്ലിയർ കുറവായിട്ടാണ് അവർക്ക് ദൃശ്യം മികവാകുന്നത് എന്നുള്ളത് ഒരു പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ടി വി വാങ്ങുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ടി വിക്ക് ഒരു ക്ലിയർ അതല്ലെങ്കിൽ ആ ഒരു HD ക്വാളിറ്റി അതല്ലെങ്കിൽ ഫുൾ HD ക്വാളിറ്റി അതല്ലെങ്കിൽ 4K ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പിക്ചർ നിങ്ങളുടെ ടി വിയിൽ ലഭിക്കാതെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ടി വി ഫുൾ HD ടി വി ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ 4K ടി വി ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കൂടുതലും ഫുൾ HD സ്മാർട്ട് ടി വികളാണ് കൂടുതൽ ആളുകൾ വാങ്ങും. അപ്പോൾ ഫുൾ HD പറ്റി പറയാം. അതേപോലെ തന്നെയാണ് 4Kയുടെ കാര്യവും പറയുമ്പോൾ. അപ്പോൾ ഫുൾ HD ടി വി വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, നിങ്ങൾ ടി വി ഫുൾ HD ടി വി ആയിരിക്കും നിങ്ങളത് കണക്ട് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ട, അതായത് നമുക്ക് ഒരുപക്ഷെ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നായിരിക്കും നിങ്ങൾ ചാനലുകൾ കാണുന്നത്, അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ ജിയോ ടി വി അത്തരത്തിലുള്ള IPTV ആപ്പുകൾ, ഇതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ അതിനകത്തേക്ക് കിട്ടേണ്ട സോഴ്സ്, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ ആപ്പുകളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റ് ടോപ്പ് ബോക്സുകളിൽ നിന്നായിരിക്കും. അപ്പോൾ ഏതിൽ നിന്ന് എടുത്താൽ, അപ്പോൾ യൂട്യൂബൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ നമുക്കറിയാം ഒരു ഫുൾ HD ടി വി ആണെങ്കിൽ യൂട്യൂബിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ആ ഒരു പിക്ചർ ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന മികവാർന്ന ആ ഒരു ദൃശ്യങ്ങളുടെ പിക്ചർ ക്വാളിറ്റി നമുക്ക് 1080p 720p അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിക്ചറിൻ്റെ ക്വാളിറ്റി നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ എടുത്താൽ നമുക്ക് കൂട്ടാനും കഴിയും. അപ്പോൾ ഫുൾ HD എന്ന് പറയുമ്പോൾ 1080p ഇടണം. 4K ആകുമ്പം 21 സംതിങ് വരും റെസൊല്യൂഷൻ. അപ്പോൾ അത്തരത്തിൽ QHD ആകുമ്പോൾ 1441p ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാനും കുറയ്ക്കാനും ആ ഒരു ആപ്പിൽ കഴിയും. അതേപോലെ മറ്റുള്ള ടി വി ആപ്പുകൾ, ജിയോ ടി വി ആണെങ്കിലോ അതേപോലുള്ള ജിയോ സിനിമ ആണെങ്കിലോ ഒക്കെ ക്വാളിറ്റിയിൽ 4K ക്വാളിറ്റിയിലൊക്കെ കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റിങ്സ് ആ ഒരു ആപ്പിൽ തന്നെയുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഈ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് HD ക്വാളിറ്റി കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ദൃശ്യം, അതായത് ആ ചാനലിൻ്റെ ദൃശ്യം HD ചാനലാണെങ്കിൽ പോലും അതിൻ്റെ HD ദൃശ്യ മികവ് ലഭിക്കുന്നില്ല, ക്ലിയർ മങ്ങിയിട്ടാണ് ലഭിക്കുന്നത് എന്ന് പറയും. അതിന് പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സെറ്റ് ടോപ്പ് ബോക്സ് ഒരു HD സെറ്റ് ടോപ്പ് ബോക്സ് ആയിരിക്കണം. ഒന്നാമത് ഈ ഒരു ബോക്സ് HDയും SD വരുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ടാറ്റ സ്കൈയുടെ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ് നോക്കുവാണെങ്കിൽ HD സെറ്റ് ടോപ്പ് ബോക്സ് ആണ് ഈ ഒരു സെറ്റ് ബോക്സ്. ഇതേപോലെ വെറുതെ ടാറ്റ സ്കൈയിൽ നിന്ന് മാത്രം എഴുതിയിട്ടുള്ള ബോക്സുകളാണ്, അതായത് HD ബോക്സുകളായിരിക്കില്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ട് HD ബോക്സുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കൊടുക്കുക ടി വിയിലോട്ട്. അതല്ലെങ്കിൽ 4K ടി വി ആണെങ്കിൽ 4K എന്ന് എഴുതിയിട്ടുണ്ടാകും. 4K സെറ്റ് ടോപ്പ് ബോക്സുകളാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ 4K സെറ്റ് ടോപ്പ് ബോക്സ് ആണെങ്കിൽ മാത്രമേ ആ 4K ടി വിയിലേക്ക് കൊടുക്കുന്ന ദൃശ്യം 4K ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ HD ടി വി ആണെങ്കിൽ HD സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് കൊടുക്കുന്ന ദൃശ്യങ്ങൾ മാത്രമേ ആ ഒരു ടി വിയിൽ HD ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു HD ബോക്സോ 4K ബോക്സോ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പോർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു പോർട്ട് ഇത് കാണാം, ഈ HDMI എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടുണ്ട്. ഈ ഒരു പോർട്ടിൽ നിന്ന് തന്നെ കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കേബിൾ കണക്ട് ചെയ്യേണ്ട, AV കോഡ് കണക്ട് ചെയ്യേണ്ട ഇതിൽ കൊടുത്തിട്ട് നിങ്ങൾ ടി വിയിലേക്ക് 4K ചാനലോ HD ചാനലോ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം പിന്നെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് ടി വിയിലിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫുൾ HD പോലും ലഭിക്കില്ല, HD ചാനൽ പോലും നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം ഇത് AV കോഡാണ്, പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന കോഡ്. ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ നിലവിലില്ല. ഇതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു. കാരണം പിക്ചർ അത്രയും മോശമായിട്ട് ഇതിനകത്ത് പാസ് ചെയ്യും. പണ്ട് കാലത്തൊക്കെ CRT ടി വികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന LED ടി വികൾക്ക് ഇത് കൊടുത്താൽ തീരെ പിക്ചർ ക്വാളിറ്റി കിട്ടില്ല. കാരണം വെച്ചാൽ ഈ ഒരു കേബിളിന് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് HD സിഗ്നലുകളെ ഈ ഒരു കേബിളിലൂടെ പാസ് ചെയ്യിക്കാനുള്ള കഴിവ് ഈ ഒരു കേബിളിന് ഇല്ല. അതോടെ ഈ ഒരു KV കോഡിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പം ഈ ഒരു പോർട്ടിൽ നിങ്ങൾ ഔട്ട് എടുത്തിട്ട് ടി വിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് 4K ചാനൽ തന്നെയാണെങ്കിൽ, ഇനി HD ചാനൽ തന്നെയാണെങ്കിൽ അതിന് തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. അത് SD-യിലും താഴെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മികവായിട്ട് കാണുക, ദൃശ്യമാവുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള HDMI പോർട്ട് ഉണ്ടാവും. ഈ HDMI പോർട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള HDMI കേബിളുകളുണ്ട്. ഇത് HDMI കേബിളാണ്. ഇത്തരത്തിൽ HDMI കേബിളും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. 4K ചാനൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, 4K മികവാർന്ന ഇത് കിട്ടണമെങ്കിൽ HDMI ഏത് വേർഷനിലുള്ള HDMI
HDMI വാങ്ങണം, ഇനിയിപ്പോൾ HD ഫുൾ HD കിട്ടണമെങ്കിൽ അതിന് ഏത് വേർഷൻ വാങ്ങണം, HDMI ERC എന്താണ്, HDMI RC പോർട്ട്, EARC പോർട്ട്, HDMI എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ HDMI കേബിളിൽ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഈ ബോക്സിൻ്റെ കൂടെ വന്നതായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫുൾ HD തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള HDMI കേബിൾ മുഖാന്തരം ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ അകലം ടി വിയിൽ കണക്ട് ചെയ്തിട്ട് HDMI മുഖാന്തരം നിങ്ങൾ ടി വിയിൽ HD ചാനലുകൾ കാണുകയാണെങ്കിൽ അത് പക്ക HD ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു 4K ബോക്സ് വാങ്ങുകയാണെങ്കിൽ അതിന് HD ബോക്സ് ആദ്യം വാങ്ങിക്കുക. എന്നിട്ട് ആ HD ബോക്സിൽ നിന്നും നിങ്ങളുടെ HD TVയിലോട്ട് HD ചാനലുകൾ കൊടുക്കുക. അതാണ് മെയിനായിട്ട്. നമ്മൾ SD ബോക്സ് വാങ്ങിയിട്ട് നിങ്ങൾ HDMI കേബിൾ ഉപയോഗിച്ച് TV കൊടുത്താലും HD ചാനൽ ലഭിക്കില്ല. HD ബോക്സ് തന്നെ വാങ്ങിയിട്ട് വേണം HD ചാനലുകൾ കാണാനായിട്ട്. അപ്പോൾ HD ബോക്സ് ആണോ 4K ബോക്സ് ആണോ? അപ്പോൾ 4K ചാനൽ കിട്ടണമെങ്കിൽ 4K ബോക്സ് തന്നെ വാങ്ങണം, HD ചാനലാണെങ്കിൽ HD ബോക്സ് തന്നെ വാങ്ങണം. എന്നിട്ട് ഇത്തരത്തിലുള്ള HDMI കേബിൾ നിർബന്ധമാണ് യൂസ് ചെയ്യണം. ഈ HDMI കേബിളിൽ മാത്രമേ HDMIയോ HD ചാനലുകളോ 4K ചാനലുകളോ കാണാനുള്ള കഴിവ് ഈ HDMI കേബിളിലൂടെ മാത്രമേ ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കേബിളിൻ്റെ പ്രാധാന്യം വളരെ ഉണ്ട്. ചില ചെറിയ പൈസയൊന്നുമില്ല, ഭയങ്കര വിലയുള്ള HDMI കേബിൾ വരെയുണ്ട്. അപ്പോൾ ഓരോ കേബിളും ഇതിൻ്റെ HDMI കേബിൾ ഒരുപാട് വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ കേബിളിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഈ HDMI കേബിളിലുണ്ട് ക്വാളിറ്റികൾ തിരഞ്ഞെടുക്കാൻ, അതേപോലെ തന്നെ ഈ ഒരു ബോക്സിലുണ്ട്, TVയിലുണ്ട്. അപ്പോൾ TV ഒരു ഫുൾ HD അല്ലെങ്കിൽ 4K വാങ്ങുകയാണെങ്കിൽ അതിനകത്തേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഒരു 4K ഇൻപുട്ട് ആയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഫുൾ HD ഇൻപുട്ട് ആയെങ്കിൽ മാത്രമേ ആ ഒരു ഫുൾ HD ദൃശ്യ മികവ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ, AV കൂടി കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ 4K ചാനലിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ ഒരു SD ക്വാളിറ്റി പോലും ലഭിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുക. സൗണ്ട് ക്വാളിറ്റിയാണ് വളരെ കുറഞ്ഞ സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും. സൗണ്ട് ക്വാളിറ്റി എടുത്ത് പറയുമ്പോൾ ഡോൾബി, ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഡോൾബി ഡിജിറ്റൽ പ്ലസ് സപ്പോർട്ട് ചെയ്യുന്ന ബോക്സാണ്. അത് നിങ്ങൾ ഈ കോയാക്സിൽ അല്ലെങ്കിൽ ഈ ഒരു AV കോഡ് വഴിയാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സൗണ്ട് മാത്രമേ കിട്ടൂ. നിങ്ങൾ ഡോൾബിയിൽ വർക്ക് ചെയ്യിച്ചാലും അത് കംപ്രസ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റീരിയോ ഒക്കെ ആയിട്ടാണ് ഇതിലേക്ക് കേൾക്കുള്ളൂ. നിങ്ങൾക്ക് ഈ ഡോൾബി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾബിക്ക് മിനിമം 5.1 7.1 5.1 മിനിമം വേണം. 5.1 ആണ് ഈ ഡോൾബി എന്ന്. അപ്പോൾ 5.1 എന്ന് പറഞ്ഞാൽ 5 സ്പീക്കറും 5.1 ഒരു സബ് ഊഫറും 5 സ്പീക്കറും ഉണ്ടാവും. ഈ 5 സ്പീക്കറും നമ്മുടെ വീടിൻ്റെ 5 മൂലകളിലാക്കി 5 സ്പേസുകളായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനെ നടുക്ക് വേണം നമ്മൾ നിൽക്കാൻ. എങ്കിലേ ആ ഒരു സറൗണ്ട്, ആ ഒരു ത്രിമാന കേൾവി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത് ഈ ഒരു HDMI പോർട്ടിലൂടെ മാത്രമല്ല, ഇവിടെ ഒരു SPDIF എന്ന് പറഞ്ഞ പോർട്ടുണ്ട്. ഈ പോർട്ടിലൂടെയാണ് ഈ ഡോൾബിയുടെ സൗണ്ട് ലഭിക്കേണ്ടത്, ഈ ഒരു പോർട്ടിലൂടെയാണ്. അപ്പോൾ ഇതൊരു ഒപ്റ്റിക്കൽ പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ പോർട്ടിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ AVRലോട്ട് കൊടുക്കാൻ. ഇപ്പോഴത്തെ നിലവിൽ ഹോം തിയേറ്ററിലും ലഭിക്കില്ല. AVR ഉപയോഗിച്ച് വേണം ഈ ഒരു ഡോൾബി സൗണ്ടിനെ ഇതിലൂടെ ഈ ഒപ്റ്റിക്കൽ വഴി പുറത്തെടുത്തിട്ട് AVR വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 ഏരിയൽ സ്പീക്കറിലൂടെയും ഒരു സബ് ഊഫറിലൂടെയും കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഡോൾബി ഡിജിറ്റൽ പ്ലസ് എന്നുള്ള ഈ ഒരു സാങ്കേതിക വിദ്യ ആസ്വദിക്കാം. പിന്നെ നമ്മൾ സൗണ്ട് ബാർ വാങ്ങുമ്പോഴും ഇതിനകത്ത് ഡോൾബി സപ്പോർട്ടഡ് ആണ്. അപ്പോൾ സൗണ്ട് ബാർ വഴി നമുക്ക് ചെറിയ രീതിയിൽ, വലിയ മികവാർന്ന രീതിയില്ല, ചെറിയ രീതിയിൽ നമുക്കൊരു കേൾവി ആസ്വദിക്കാൻ സാധിക്കും. വലിയ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല എങ്കിലും ചെറിയ രീതിയിലെങ്കിൽ നമുക്ക് സൗണ്ട് ബാർ വാങ്ങുമ്പോൾ ഈ ഒരു ഡോൾബി ആസ്വദിക്കാൻ കഴിയുന്നുവെങ്കിലും യഥാർത്ഥമായി കഴിയണമെങ്കിൽ ഈ ഒരു SPDIF പോർട്ടിലൂടെ പുറത്തെടുത്ത് സിഗ്നൽ പുറത്തെടുത്ത് നമ്മൾ AVR വഴി നമ്മൾ സ്റ്റീരിയോ, അതല്ലെങ്കിൽ ഈ ഒരു ഡോൾബിയെ കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടറൊക്കെ ഉണ്ട്, AV കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ അതായത് ഈ ഡോൾബി സൗണ്ടിനെ 5 ചാനലുകളാക്കി കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടർ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതും എൻ്റെ ചാനലിൽ കിടക്കുന്ന എടുത്ത് വെച്ച് കാണാം. അത്രയും കൺവേർട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. അതല്ലാതെ നിങ്ങൾ ഇത് മുഖാന്തരം TVയിൽ കേൾക്കുന്നതെല്ലാം സ്റ്റീരിയോ സൗണ്ടുകളായിരിക്കും. ലെഫ്റ്റ് റൈറ്റ് പോർട്ടുള്ള സ്റ്റീരിയോ സൗണ്ടുകൾ മാത്രമായിരിക്കും. നിങ്ങൾ ഡോൾബിയിലേക്ക് ഓപ്ഷൻ മാറ്റിയിട്ടൊന്നും കാര്യമില്ല, സ്റ്റീരിയോ സൗണ്ട് തന്നെയായിരിക്കും അത് കേൾക്കാൻ സാധിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.